ഹായ്. അടുത്ത നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പോസ്റ്റ് ടേബിൾ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നതാണ് ലാസ്റ്റ് ചെയ്തത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇനി എഡിറ്റ് പോർഷൻ അടുത്തത് നോക്കാനുള്ളതല്ല, നമുക്കൊന്ന് എഡിറ്റ് നോക്കാം. നമ്മൾ കഴിഞ്ഞതിൽ എഡിറ്റിലൊരു എറർ കാണുന്നുണ്ടായി. നമുക്കത് ആ എറർ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് അതനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. നോക്കാം. എഡിറ്റ് പോസ്റ്റ് 1 റിക്വസ്റ്റഡ് പേജ് യു റിക്വസ്റ്റ് വാസ് നോട്ട് ഫൗണ്ട്. ഓക്കെ, നമുക്കിനി നമ്മുടെ റൂട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ റൂട്ടിൽ പോയി നോക്കാം. നമ്മൾ എഡിറ്റ് പോസ്റ്റ് ഇവിടെ അഡ്മിൻ എഡിറ്റ് പോസ്റ്റിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ എഡിറ്റ് പോസ്റ്റിൽ നമുക്കൊരു ഐ ഡി വേണ്ടേ എപ്പോഴും, എന്നാലേ ആ പർട്ടിക്കുലർ അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ആദ്യം തന്നെ വേണ്ട നമ്മളിവിടെ ഐ ഡി പാസ് ചെയ്യണം. പോസ്റ്റ് ഐ ഡി ഞാനിവിടെ ഐ ഡി കൊടുത്തു. ഓക്കെ, ഇനി നമുക്കിവിടെ വേണ്ടത് നമ്മളിവിടെ നമ്മുടെ റൂട്ട്സിൽ പോയിട്ട് നമ്മളിവിടെ ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ എഡിറ്റ് കാറ്റഗറി നം എന്ന് പറഞ്ഞ് കൊടുത്ത് ഇതേപോലെ തന്നെ ഈ സെയിം മെത്തേഡിൽ നമ്മൾ ഇവിടെയും കൊടുക്കണം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിൽ കൊടുത്ത പോലെ തന്നെ നം എന്ന് കൊടുക്കുക. ഇനി എഡിറ്റ് പോയിട്ട് നമ്മൾ സ്ലാഷ് കൊടുത്തിട്ട് $1 കൊടുക്കുക. $1 എന്ന് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ എഡിറ്റിന് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാം. അതുപോലെ നമുക്ക് അതിലൊരു ഡെലീറ്റ് പോസ്റ്റും കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കിത് ഈ സംഭവം കോപ്പി ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മൾ ഇതിൽ ഡിലീറ്റ് പോസ്റ്റ് ചെയ്തിട്ടില്ലേ, പോസ്റ്റ് നോക്കൂ. ഇവിടെ നമ്മുടെ ലിസ്റ്റ് പോസ്റ്റ് ഒരു സെക്കൻഡ് നമുക്ക് നോക്കാം. പോസ്റ്റിൽ തന്നെയല്ലേ നമ്മൾ കിടക്കുന്നത്. ഓക്കെ, ഇവിടെ ഡിലീറ്റ് അഡ്മിൻ ഡിലീറ്റ് പോസ്റ്റ് ഐ ഡി. നമുക്ക് ഇവിടെ തൽക്കാലം നമ്മുടെ പോസ്റ്റിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ പിന്നീട് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ അതിൽ നമുക്ക് ഈ റൂട്ട് ഇവിടെ ഈ റൂട്ടിൽ നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇത് കോപ്പി ചെയ്യണം. ഇതെന്ന് കോപ്പി ചെയ്തു, എഡിറ്റ് പോസ്റ്റ് എന്ന് കോപ്പി ചെയ്തു. എന്നിട്ട് ഇവിടെ നോക്കൂ, ഇവിടെ ഡിലീറ്റ് കാറ്റഗറി നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യണം. അതേപോലെ കാറ്റഗറീസ് തന്നെ, അല്ലെങ്കിൽ എഡിറ്റ് കാറ്റഗറി ഡിലീറ്റ് കാറ്റഗറി, അതേപോലെ ടാഗ് ആണെങ്കിലും ഡിലീറ്റ് ടാഗ് നം. ഇപ്പോൾ സെയിം മെത്തേഡ് തന്നെ നമുക്ക് ചെയ്യണം. ഇപ്പോൾ ഡിലീറ്റ് പോസ്റ്റ് നമുക്ക് ഇവിടെ ഡിലീറ്റ് പോസ്റ്റ് കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ മാറ്റണം. ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, നമുക്ക് ഒരു ഫംഗ്ഷൻ കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എഡിറ്റ് പോസ്റ്റ് ഓക്കെ, ഇവിടെ നമുക്ക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ഫംഗ്ഷൻ ഡിലീറ്റ് പോസ്റ്റ്. അതുപോലെ തന്നെ നമുക്ക് പോസ്റ്റിൻ്റെ ഐ ഡി വേണം, എന്നാലും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. തൽക്കാലം ഞാനിവിടെ എക്കോ പോസ്റ്റ് ഡിലീറ്റ് എന്ന് കൊടുത്തു, $id കൊടുത്തു. അവിടെ നിന്ന് പാസ് ചെയ്യണം ഐ ഡി. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് എഡിറ്റ് പോസ്റ്റ് കൊടുത്ത് നമുക്ക് അത് കിട്ടുന്ന നോക്കാം. $id കൊടുക്കാം. ഇനി എഡിറ്റ് പോസ്റ്റിന് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യണത്. അപ്പോൾ അതിൽ മുന്നേ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്താ വരുന്നത് എന്നുള്ളത്. ബാക്ക് അടിക്കുക, എന്നിട്ട് നമ്മൾ എഡിറ്റ് കൊടുക്കുക. കണ്ടില്ലേ, എഡിറ്റ് പോസ്റ്റ് 1. അത് കറക്റ്റായിട്ട് ആ റൂട്ടിൽ സെറ്റ് ചെയ്ത് കൊടുത്ത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഡിലീറ്റ് ആണെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യെസ് കൊടുത്തു കഴിഞ്ഞാൽ കൺഫർമേഷൻ ഉണ്ട്. പോസ്റ്റ് ഡിലീറ്റഡ് 1. ഡിലീറ്റ് ഒന്നും ഫംഗ്ഷനൊന്നും വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് ആ റൂട്ട് സെറ്റ് ചെയ്ത് കൊടുത്ത റൂട്ട് കറക്റ്റാണ്. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഈ എഡിറ്റ് പോസ്റ്റിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സ്നിപ്പറ്റ് ഞാനതിൽ കോപ്പി ചെയ്തിടാം. അപ്പോൾ അത്ര ടൈപ്പിംഗ് ഒഴിവാക്കാം നമുക്ക്. എന്നിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഞാനിവിടെ ഇതിൻ്റെ സ്നിപ്പറ്റെല്ലാം കോപ്പി ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, നമ്മളെല്ലാം സാധാരണ എല്ലാത്തിനും ചെയ്യണ സെയിം മെത്തേഡ് തന്നെ അതിലും. അതായത് പോസ്റ്റ് അവിടെ നിന്ന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് ഐ ഡി അവിടെ നമുക്ക് ആഡ് ചെയ്യണം. നമുക്ക് പോസ്റ്റ് ഐ ഡി അവിടെ നിന്ന് കിട്ടണം. അപ്പോൾ അത് ഞാനത് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. അതേപോലെ പോസ്റ്റ് മോഡിൽ ആ പോസ്റ്റ് കിട്ടണം. എന്നിട്ട് വേണം ഇവിടുന്ന് അങ്ങോട്ട് പാസ് ചെയ്യാൻ. നമ്മുടെ എഡിറ്റിൽ നിന്നുള്ള പേജിലേക്ക് അത് പാസ് ചെയ്യണം. എന്നിട്ട് എഡിറ്റ് പേജിൽ നമുക്ക് പോസ്റ്റിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഡാറ്റയും അവിടെ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ എഡിറ്റ് പേജും ഞാൻ ഇതേപോലെ തന്നെ കോപ്പി ചെയ്തിട്ടുണ്ട്. അതായത് ആഡ് പോസ്റ്റിൽ നിന്ന് കോപ്പി ചെയ്തിട്ടാണ് ചെയ്തത്. അത് കോപ്പി ചെയ്തിട്ട് ഞാൻ ചെയ്തത് ഇവിടെ നോക്കൂ. ഇവിടെ നമ്മൾ പോസ്റ്റ് മോഡൽ ഗെറ്റ് പോസ്റ്റ് ഐ ഡി ബൈ ഐ ഡി, അതായത് ഇവിടുന്ന് പാസ് ചെയ്യണ ഐ ഡി വെച്ച് നമ്മൾ ആ പോസ്റ്റിനെ എടുക്കുക ചെയ്യണം. അപ്പോൾ പോസ്റ്റ് മോഡലിൽ അങ്ങനെ ഇതുണ്ടോ, ഗെറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ എന്ന് നോക്കട്ടെ.
ഗെറ്റ് പോസ്റ്റ് ബൈ ഐ ഡി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഗെറ്റ് പോസ്റ്റ്. ഓക്കെ, ഗെറ്റ് പോസ്റ്റ് ഉണ്ട്. നമ്മളോട് ഐ ഡി വെച്ചിട്ട് നമ്മൾ റോ പാസ് ചെയ്യുന്നത് കിട്ടുന്നുണ്ട് ഗെറ്റ് പോസ്റ്റ്. അപ്പോൾ ആ ഫംഗ്ഷൻ അതിലുണ്ട്, ഗെറ്റ് പോസ്റ്റ് ഐ ഡി. ഓക്കെ, ഇനി അടുത്ത പേജ് ടൈറ്റിൽ അപ്ഡേറ്റ് പോസ്റ്റിൻ്റെ പേജ് ടൈറ്റിൽ ഞാൻ കൊടുക്കുകയാണ്. അതേപോലെ പോസ്റ്റ്, ഇത് ഇവിടുന്ന് പാസ് ചെയ്യുന്ന ഡാറ്റയാണ് കേട്ടോ. ഈ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കിട്ടുന്ന ഈ പോസ്റ്റാണ്, ഇതിൻ്റെ ഒബ്ജക്റ്റാണ് നമ്മൾ അങ്ങോട്ട് പാസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഡാറ്റ കാറ്റഗറീസ്, കാറ്റഗറി മോഡലിൽ നിന്ന് ഗെറ്റ് ഓൾ കാറ്റഗറീസ് വെച്ചിട്ട് നമ്മൾ കാറ്റഗറീസ് എല്ലാം ലിസ്റ്റ്. കാരണം എന്താ, ഈ കാറ്റഗറീസിൽ നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ആഡ് പോസ്റ്റിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെ. ആഡ് പോസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഗെറ്റ് ഓൾ കാറ്റഗറീസൊക്കെ എടുത്തിട്ടുണ്ട്. കാറ്റഗറി മോഡൽ, ഗെറ്റ് ഓൾ കാറ്റഗറി. അതുപോലെ ടാഗ് ഉണ്ട്, ലാംഗ്വേജസ് ഉണ്ട്. അത് തന്നെ എഡിറ്റിൽ ഞാനത് കോപ്പി ചെയ്തിട്ടൊക്കെയാണ് ലാംഗ്വേജസ് എല്ലാം കോപ്പി ചെയ്ത് നമ്മൾ അതിൽ ചെയ്ത പോലെ തന്നെ. ഇപ്പോൾ ഈ പോസ്റ്റിനുള്ള ഒബ്ജക്റ്റ് നമ്മൾ അങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എഡിറ്റിൽ പോയിട്ട് ആ പോസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളത് കാണിക്കും. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ ആദ്യം തന്നെ കൊടുത്തത് പേജ് ടൈറ്റിൽ നമ്മൾ അവിടുത്തെ പാസ് ചെയ്തിട്ടുണ്ട്. പേജ് ടൈറ്റിൽ അപ്ഡേറ്റ് പോസ്റ്റിന് കൊടുത്തേക്കണം. ഇവിടെ ആഡ് പോസ്റ്റിൽ നമുക്ക് വേണ്ടത് അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് വാല്യൂ. പേജ് ടൈറ്റിൽ നിന്നുള്ള വാല്യൂ നമ്മൾ പോസ്റ്റിൽ കൺട്രോൾ എഡിറ്റിൽ പാസ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ പേജ് ടൈറ്റിൽ, ഇതാണ് പേജ് ടൈറ്റിൽ പറഞ്ഞത്. അപ്ഡേറ്റ് പോസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ലാംഗ്വേജ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. തൽക്കാലം എൻ്റെ സമയം അധികം വേസ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് ഇട്ടിരിക്കുന്നതല്ല. അപ്പോൾ ഇത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന, നമുക്ക് ലാംഗ്വേജ് വെച്ചിട്ട് എല്ലാ കാര്യവും ലാംഗ്വേജിൻ്റെ ത്രൂ ചെയ്യാൻ പറ്റും. എല്ലാ ടൈറ്റിലുകളും, അതായത് എഡിറ്റ്, ആഡ്, പിന്നെ അതുപോലെ വേറെ എന്ത് ടൈറ്റിൽ വന്നാലും ലാംഗ്വേജ് ഫയലിൽ നിന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ തുടക്കത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ലാംഗ്വേജ് സെറ്റ് ചെയ്യണമെന്ന്. ഇനിയിപ്പോൾ എഡിറ്റിൽ പോയിട്ട് നമ്മൾ ചെയ്യാനുള്ളത്, ആ പേജ് ഒരു എഡിറ്റ് പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ ഈ പോസ്റ്റിൽ. അതാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫോം ഓപ്പൺ മൾട്ടി പാർട്ട്. അത് ഓർക്കണം. അതായത് ഇമേജ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ എപ്പോഴും മൾട്ടി പാർട്ട് വേണം, ഫോം ഓപ്പൺ മാത്രം പോരാ. പിന്നെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇനി നമ്മൾ ഓരോ പോസ്റ്റിലും, അതായത് ഓരോ വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ പോസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ പോസ്റ്റ് ടൈറ്റിൽ, അല്ലെങ്കിൽ നൾ. അപ്പോൾ എല്ലാം ടെർണറി ഓപ്പറേറ്റർ വെച്ചാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ പോസ്റ്റ് കണ്ടൻറ്റ് ട്രിം ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും സേവ് ചെയ്യുമ്പോൾ ആ പോസ്റ്റിനെ ട്രിം ചെയ്തിട്ട് വേണം സേവ് ചെയ്യാൻ. അപ്പോൾ അത് പോസ്റ്റ് മോഡലിൽ നമ്മൾ കണ്ടൻറ്റ് ട്രിം ചെയ്ത്, അതായത് രണ്ട് സൈഡിലും ട്രിം ചെയ്യാന്ന് പറഞ്ഞാൽ സ്പേസസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ ടൈറ്റിലായിക്കോട്ടെ, അതേപോലെ തന്നെ എന്ത് വന്നാലും നമുക്ക് ട്രിം ചെയ്ത് കളയാം. നമ്മളിവിടെ എഡിറ്റിൽ വരുമ്പോൾ ഡിസ്ക്രിപ്ഷൻ, നമുക്ക് ഡിസ്ക്രിപ്ഷന് ഇവിടെ സേവ് ചെയ്യുന്ന സമയത്ത് തന്നെ ട്രിം ചെയ്യാം. ഇവിടെ വരുന്ന ഡിസ്ക്രിപ്ഷൻ എവിടെ വരുന്നത്, ഇതൊക്കെ ട്രിം ഫംഗ്ഷൻ നമ്മളിവിടെ കൊടുത്താൽ മതി. പാസ് ചെയ്യുന്ന കണ്ടന്റിനെ ട്രിം ചെയ്തിട്ടാണ് സേവ് ചെയ്യുക. അതേപോലെ നമുക്ക് ടൈറ്റിൽ വേണമെങ്കിൽ ടൈറ്റിലും ട്രിം ചെയ്തെടുക്കാം. ഇത് അതായത് സ്പേസസ് ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ആയിക്കോളും. അതുപോലെ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അതും ട്രിം ചെയ്യണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ സ്പേസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ കണ്ടന്റിലൊക്കെ സ്പേസ് കാണിക്കും തുടക്കം തന്നെ. കുറച്ച് നീങ്ങിയിട്ടാണ് കണ്ടന്റ് കാണിക്കുക, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡൊക്കെ. അപ്പോൾ ഇത് വന്നു. നമുക്ക് എഡിറ്റിൽ എന്താ പറഞ്ഞത് നോക്കാം, എറർ ഉണ്ടോ നോക്കട്ടെ. അതിന് നമുക്ക് പറഞ്ഞ് നോക്കാം, എഡിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് എഡിറ്റ് വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് അതിലെ വാല്യൂസൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇനിയിപ്പോൾ ഈ സെലക്റ്റഡ് വാല്യൂസ് മാത്രം നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. അത് നമ്മൾ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ആകെ ചെയ്തിട്ടുള്ളത് വേറൊരു പോസ്റ്റും കൂടി എഡിറ്റ് നോക്കാം. അപ്ലോഡ് ടെക്സ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് സേവ് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തല്ലേ, ഇത്ര മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഞാനതിനെ ഇനി അതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, ഇതിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാനുള്ളതെന്ന്. ഇനി നമുക്ക് വേണ്ടത് പോസ്റ്റ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ ചെയ്തു. അപ്പോൾ ഇവിടെ ട്രിം ചെയ്യുന്നില്ല, നമ്മൾ സേവ് ചെയ്യുമ്പോൾ ട്രിം ചെയ്ത, പക്ഷേ ഞാനിവിടെ ട്രിം ചെയ്ത് കൊടുത്തിട്ടുള്ളത് ട്രിം. അതുപോലെ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടൻറ്റ് എല്ലാത്തിനും നമ്മൾ വാല്യൂ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ടെക്സ്റ്റ് ഏരിയ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ സ്പേസ് വരാതിരിക്കാൻ നോക്കണം. ഈ ടെക്സ്റ്റ് ഏരിയ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ സ്പേസ് വരാതിരിക്കാൻ നോക്കണം. അല്ലെങ്കിൽ ആ സ്പേസ് അവിടെ കാണിക്കും. ഇപ്പോഴും നമ്മളിവിടെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് സ്പേസ് കാണിക്കാൻ നോക്കും.
ഞാനിവിടെ എക്സാമ്പിൾ കാണിച്ചു, സ്പേസ് കൊടുത്തു. നമുക്കിവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ വന്നിട്ടില്ല, പക്ഷേ ചില സമയത്ത് അങ്ങനെ നമ്മൾ സ്പേസ് കൊടുക്കുമ്പോൾ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം, എപ്പോഴും അവിടെ സ്പേസ് വരാതിരിക്കാൻ നോക്കണം. അങ്ങനെ ചില കേസുകളിൽ വരാറുണ്ട്. പിന്നെ നമ്മൾ പോസ്റ്റ് സ്ലഗ് അതേപോലെ തന്നെ കൊടുത്തു, പോസ്റ്റ് സ്റ്റാറ്റസ് കൊടുത്തു. ഇനി പോസ്റ്റ് ഡേറ്റ് നമ്മൾ ചെയ്തത് എന്താ വെച്ചാൽ, ഈ ഡേറ്റിന് നമ്മൾ ചെയ്തത് നമ്മൾ അതിൽ ഡേറ്റ്, മന്ത്, ഇയർ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതേപോലെ കറക്റ്റായിട്ട് കിട്ടണ്ടേ, ആ ഡേറ്റ്, മന്ത്, ഇയർ എന്ന് പറഞ്ഞ് വരണം. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് നോക്കണം, ചെക്ക് ചെയ്യണം. കാരണം ഇത് ഇപ്പോൾ ആ ഡേറ്റ് അല്ല വന്നിട്ടുള്ളത്. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഇതിൻ്റെ ഡേറ്റ് പിക്കറിൽ നമ്മൾ കറൻറ്റ് ഡേറ്റ കൊടുത്തത്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അത് നമുക്ക് മാറ്റണം, അതിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഡേറ്റ് ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ പിന്നെ നമുക്ക് ഇതുള്ളത് ഇമേജ് അപ്ലോഡ്, ഇമേജ് ഇവിടെ കാണിക്കണം, നമുക്ക് അതും കാണിക്കാം. ആദ്യം ഡേറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം, കറക്റ്റായിട്ട് ഡേറ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡേറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ആ സെറ്റ്സിൽ പോയിട്ട് നമ്മൾ ആ ഫയൽ നോക്കണം. ഏതായിരുന്നു ഫയൽ, നമ്മുടെ JS ഫയൽ. നമ്മുടെ അഡ്മിനിൽ JS scripts.js നമ്മൾ സെലക്ട് ഡേറ്റ് പിക്കർ നമ്മൾ സെറ്റ് ന്യൂ ഡേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അതാണ് വന്നത്. അപ്പോൾ ഈ ക്ലാസ് ഉള്ളതിനൊക്കെ ന്യൂ ഡേറ്റ് ആയിട്ട് സെറ്റ് ആവും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഈ ഡേറ്റ് പിക്കറിൻ്റെ ക്ലാസ് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ക്ലാസ് മാറ്റി കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ന്യൂ ഡേറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ട. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡേറ്റ് പിക്കർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ് പിക്കർ പോസ്റ്റ് ഡേറ്റ് പിക്കർ എന്ന് പറഞ്ഞാൽ കൊടുക്കുക. പോസ്റ്റ് ഡേറ്റ് പിക്കർ എന്ന് കൊടുത്തു. ഇനി നമുക്കൊന്നുകൂടി അവിടെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ, നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ കറക്റ്റായിട്ട് 19/4 വന്നു, പക്ഷേ ഡേറ്റ് പിക്കർ ഇല്ല. അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇനി ഡേറ്റ് പിക്കർ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കിവിടെ കിട്ടും. നമുക്കിവിടെ പോയിട്ട് സ്ക്രിപ്റ്റിൽ പോയിട്ട് പോസ്റ്റ് ഡേറ്റ് പിക്കർ എന്ന് കൊടുത്തേക്കണേ. അപ്പോൾ അത് നമുക്ക് ചെയ്യണം. അതിന് ഇവിടെ കോപ്പി ചെയ്യുക, താഴെ ക്ലാസ് വെച്ചിട്ട് നമ്മൾ പോസ്റ്റ് ഡേറ്റ് പിക്കറിന് ഡേറ്റ് സെറ്റ്. ഇപ്പോൾ ഡേറ്റിൻ്റെ ഫോർമാറ്റ് DDMMYY ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. അല്ല, ഡേറ്റ് കറക്റ്റ് വന്നു, സെലക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഡേറ്റ് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡേറ്റ് പിക്കറിൻ്റെ ഇഷ്യൂ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിൽ നമ്മൾ കൊടുക്കാൻ കാരണം പുതിയ ഡേറ്റ് ആഡ് ചെയ്യുമ്പോൾ ആഡ് പോസ്റ്റ് വരാൻ സെറ്റ് ചെയ്ത് കറണ്ട് ഡേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എഡിറ്റിനാകുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനില്ല, അതിൻ്റെ ജസ്റ്റ് ക്ലാസ് മാറ്റിയിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ഒരു സെക്കൻഡ്, ഇവിടെ ക്ലാസ് മാറ്റിയിട്ട് ആകെ ചെയ്യാനുള്ളത് നമ്മൾ ആ ഡേറ്റ് പിക്കർ. അപ്പോൾ ഡേറ്റ് പിക്കറിൽ നമ്മൾ കൊടുക്കണം DDMMYY എന്നുള്ള ആ ഇതിൽ കൊടുക്കുമ്പോൾ നമ്മളിവിടെ നമ്മുടെ ഡേറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ്, PHPയുടെ ഡേറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡേറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളതിനെ str to time എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ആ ഡേറ്റിനെ ടൈമാക്കി മാറ്റണം. എന്നിട്ട് വേണം അതിനെ ഡേറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് DMY എന്ന് പറഞ്ഞിട്ട് ആ ഫോർമാറ്റിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും. അതായത് നമ്മുടെ ടേബിളിൽ നിന്ന് സെറ്റ് ചെയ്യണ വാല്യൂ അതിനെ എപ്പോഴും ഡേറ്റ് ഉപയോഗിച്ചിട്ട് മാറ്റണമെങ്കിൽ ഫംഗ്ഷൻ ഉപയോഗിച്ച് മാറ്റാം. എന്നിട്ട് വേണം ഡേറ്റ് വെച്ച് നമ്മൾ അതിനെ ഫോർമാറ്റ് ചെയ്യാൻ. ഇനി അടുത്തത് നമുക്കിതിൽ പോസ്റ്റ് ഇമേജ് നമുക്ക് കാണിക്കാം. അപ്ലോഡ് ചെയ്യുന്ന ഇമേജ് ഇത് വെച്ചിട്ട് കാണിക്കാം. പിന്നെ ലാംഗ്വേജ് നെയിം. ഈ ലാംഗ്വേജ് നെയിമിൽ എന്താണെന്ന് വെച്ചാൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിവിടെ കുറേ ലാംഗ്വേജ് ഉണ്ട്, പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് സെലക്റ്റഡ് ലാംഗ്വേജ് നമുക്ക് കിട്ടണം. ആ സെലക്റ്റഡ് ലാംഗ്വേജ് വേണമെങ്കിൽ എന്ത് വേണം, നമ്മുടെ ലാംഗ്വേജ് ID, നമ്മൾ അവിടുന്ന് പാസ് ചെയ്യുന്ന ലാംഗ്വേജ് ID അതാണെങ്കിൽ മാത്രം സെലക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കണം. നമുക്കിവിടെ സെലക്റ്റഡ് ലാംഗ്വേജ് ആണ് ആദ്യം വേണ്ടത് അല്ലേ. അത് ഇപ്പോൾ ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ പോസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ ബാക്കടികൾ നോക്കാം, ഇവിടെ ഫ്രഞ്ചാണ് സെലക്ട് ചെയ്യും, ബാക്കിൽ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സെലക്ട് ഇവിടെ ഡച്ചാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കും, നമുക്ക് ഞാനിത് കാണില്ലേ, ഇപ്പോൾ ഇംഗ്ലീഷ് വന്നു, അതല്ല നമുക്ക് വേണ്ടത്, നമ്മൾ സെലക്ട് ചെയ്ത ലാംഗ്വേജാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിന് എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മളിവിടെ PHP ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മളവിടുന്ന് പോസ്റ്റിന് കിട്ടുന്ന ഇഫ് $post ഈ സെറ്റ് കൊടുക്കാം. എപ്പോഴും $post
ആൻഡ് അതിൻ്റെ കൂടെ ഒരു കണ്ടീഷൻ, വേറെ ഒരു കണ്ടീഷനും കൂടി, അതായത് ഡോളർ പോസ്റ്റ് സെറ്റ് ചെയ്ത് വേണം പോസ്റ്റ് ഡോട്ട് ലാങ് ഐ ഡി, നമ്മുടെ അതിലെ ഫീൽഡിലെ ലാങ് ഐ ഡി എന്നാണ്. ഈക്വൽ എന്തായിരിക്കണം, ഈ ലാംഗ്വേജ് ഐ ഡി ആയിരിക്കണം, നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന ലാംഗ്വേജ് ഐ ഡി ആണ്. അപ്പോൾ ഈക്വൽ ടു ഡോളർ ലാങ് ഐ ഡി, നമുക്ക് ഇവിടെ കിട്ടുന്ന ഐ ഡി ആയിരിക്കണം. സോ ക്യാപിറ്റൽ പാടില്ല, സ്മോൾ ലെറ്റർ ആയിരിക്കണം. ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുക, PHP ടാഗ് ഞാൻ ക്ലോസ് ചെയ്തു. ഇവിടെ സെലക്റ്റഡ് ഉപയോഗിക്കുക. എന്നിട്ട് PHP ടാഗ് അവിടെ വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. അതായത് പോസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതുപോലെ പോസ്റ്റ് ലാംഗ്വേജ് ഐ ഡിയും ഈ ലാംഗ്വേജ് ഐ ഡിയായിട്ട് മാച്ച് ആണെങ്കിൽ അതും ആണ് സെലക്റ്റഡ് ആയിട്ട് കാണിക്കേണ്ടത്. നമുക്കിത് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ബാക്ക് അടിച്ച് നോക്കാം, കൂടി റിഫ്രഷ് ചെയ്താലും മതി. ഇന്ന് റിഫ്രഷ് ചെയ്യാം. കണ്ടില്ല, ഡച്ച് വന്നു. അത് കറക്റ്റ്. ആ പോസ്റ്റ് നമ്മുടെ പോസ്റ്റിലെ ഡച്ച് 7ാമത്തെ സെലക്റ്റഡ് ലാംഗ്വേജ് ഡച്ചാണ്. അപ്പോൾ അത് ഡച്ച് വന്നു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് കാറ്റഗറിയിലും വേണം ഇതേ സെയിം മെത്തേഡ് ഉപയോഗിക്കണം. പോസ്റ്റ് കാറ്റഗറീസിൽ വേണം. അതേപോലെ ടാഗ് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ സെലക്ഷനാണ്. അപ്പോൾ ഇതേപോലെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു അറേ ആയിട്ട് വേണം നമുക്ക് എടുക്കാൻ. അത് കാണിച്ചു തരാം എങ്ങനെയാണ്. പക്ഷേ നമ്മൾ ടാഗ് ലിസ്റ്റ് ചെയ്യുമ്പോൾ ടാഗ് കൂടെ ലിസ്റ്റ് ചെയ്തായിട്ട് നമ്മൾ കാണിച്ചിട്ടുമില്ല. അതിൽ നമ്മുടെ കൊറിയയിൽ ടാഗ് ലിസ്റ്റ് ചെയ്തിട്ടില്ലേ. അപ്പോൾ അത് രണ്ടാണ് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ ഇവിടെ തന്നെ കോപ്പി ചെയ്യണം, കാറ്റഗറിയും കൂടി ഇതിൻ്റെ കൂടെ ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഇത് കോപ്പി എടുക്കുകയാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇവിടെ cat.id അതാണ്. ഇവിടെ കാറ്റഗറിയിൽ നമ്മൾ വരുന്നത് കാറ്റ് ഐ ഡിന്ന് കൊടുത്തതെന്ന് തോന്നുന്നു. നമുക്ക് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. നമ്മുടെ ഇതിൽ പോയിട്ട് ടേബിളിൽ പോയിട്ട് ഫീൽഡ് എന്താ പേര് കൊടുത്തതെന്ന് നോക്കട്ടെ. കാറ്റഗറി ഐ ഡി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അവിടെ കാറ്റഗറി ഐ ഡി, ഇവിടെ നെയിം ഉണ്ട്, നെയിം വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ അത് കോപ്പി ചെയ്തു. അപ്പോൾ പോസ്റ്റ് കാറ്റഗറി ഐ ഡി കാറ്റ് ഐ ഡി അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് രണ്ടും ആണെങ്കിൽ അത് സെലക്ട് ആയിട്ട് കാണിക്കും. അപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കറക്റ്റായിട്ട് വരണ്ടോ എന്നുള്ളത്. നമ്മുടെ ഇവിടെ കാറ്റഗറി ആക്സസറീസ് ആണ്. അപ്പോൾ ഇതൊന്ന് എഡിറ്റ് ചെയ്യാം. നമുക്കിത് ആക്സസറീസ് കിട്ടി. വേറെ ഒന്നും നമുക്ക് കാറ്റഗറി എഡിറ്റ് ചെയ്ത് നോക്കാം. ഫോൺസ്, അതിൽ കറക്റ്റായിട്ട് ഫോൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുക, സെലക്ട് ആയിട്ട് നിൽക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞു. ഇനി പോസ്റ്റ് ടാഗിൻ്റെ നമ്മൾ കൊറിയയിൽ നമുക്ക് ജോയിൻ വെച്ചിട്ട് നമ്മളൊരു ആ ടേബിളും കൂടി ഇതിലേക്ക് എടുക്കണം. എന്നിട്ട് വേണം. അപ്പോൾ മൾട്ടി ടാഗ്സ് വരും ഇവിടെ. അതുപോലെ ഇനി ഇമേജ് ഇവിടെ കാണിക്കാണ്ട് അതും കാണിക്കാണ്ട്, അത് രണ്ടും നമുക്ക് ഇനി ചെയ്യാം. അപ്പോൾ നമുക്ക് ഇമേജ് കാണിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ ഇമേജ് ഉണ്ടല്ലോ, എഡിറ്റ് പേജിൽ തന്നെ ഇവിടെ ഇമേജ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇമേജ് കാണിച്ചാൽ പോരെ. അപ്പോൾ ഇവിടെ നോക്കും, ഇവിടെ പോസ്റ്റ് ഇമേജ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ PHP ഈസ് നെക്സ്റ്റ് ലൈൻ കൊടുക്കാം. ഇവിടെ ടാഗ് കൂടെ ക്ലോസ് ചെയ്യണം. ഇവിടെ നമുക്ക് ഇമേജ് ഉണ്ടെങ്കിൽ ഇമേജ് കാണിക്കാം. ഈ സെറ്റ് ഡോളർ പോസ്റ്റ് ഇമേജ് ആൻഡ് നമുക്ക് അതിൻ്റെ ഇമേജ് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇമേജ് അത് നോട്ട് എം ടി ആവും വേണം. നോട്ട് എം ടി ഡോളർ പോസ്റ്റ് ഇമേജ് അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് ഇമേജ് ഇവിടെ കാണിച്ചാൽ മതി. ഓക്കെ, ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യണം. ഇനി ഇവിടെ നമ്മൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു ഇമേജ് ടാഗ് ആഡ് ചെയ്യാം. ഞാനിവിടെ PHP ടാഗ് ക്ലോസ് ചെയ്തിട്ട് ഇമേജ് ടാഗ് ആഡ് ചെയ്യാം. ഇമേജിൻ്റെ സോഴ്സ് നമുക്ക് വേണ്ട നമ്മുടെ പാത്ത് കൊടുത്തിരിക്കുന്ന നമ്മുടെ ഇതിൽ വരുന്നത് ബേസ് URL കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പാത്ത് വരുന്നത് ഫോൾഡർ അല്ലേ, നമ്മളെവിടെ കൊടുത്തിട്ടുള്ള ഇത് അപ്ലോഡ്സ് എന്നുള്ളതല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കങ്ങനെ അത് സെറ്റ് ഈ അപ്ലോഡ്സ് എന്നുള്ള ഫോൾഡറിലേക്ക് വേണം നമ്മൾ കൊടുക്കാൻ നമ്മുടെ പോസ്റ്റ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ വീണ്ടും PHP ടാഗ് കൊടുക്കുക. എക്കോ ബേസ് URL എന്താ പറഞ്ഞത്, നമ്മുടെ ഫോൾഡറിൻ്റെ നെയിം അപ്ലോഡ്സ് അല്ലേ.
അപ്ലോഡ്സ് അപ്ലോഡ്സിൽ സോറി ഇവിടെ ഞാൻ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കാം, അങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാവും. ഇതിൽ അപ്ലോഡ്സ് വേണ്ട, അപ്ലോഡ്സ് എന്നുള്ള ഫോൾഡർ അപ്ലോഡ്സ്. പിന്നെ നമ്മുടെ ആ അപ്ലോഡ്സ് എന്നുള്ള ഫോൾഡറിൽ വരുന്ന നമ്മുടെ വീണ്ടും നമ്മൾ PHP ടാഗ് ഓപ്പൺ എക്കോ പോസ്റ്റ് ഇമേജ്. ഓക്കെ, ഇത് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ വിഡ്ത്തും ഹൈറ്റും വേണം സെറ്റ് ചെയ്യുക. അതിൻ്റെ നമുക്ക് നോക്കിയിട്ടാവും അത് കറക്റ്റ് കിട്ടുന്നുണ്ടോ നോക്കിയിട്ടാവും. ഇനി ടാഗ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത് വന്ന് നമ്മളിവിടെ ഇനി ഒരു ബ്രാക്കറ്റ് നമുക്ക് ക്ലോസ് ചെയ്യാനുണ്ട്. ഇവിടെ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്നിട്ട് PHP ടാഗ് ഓപ്പൺ ചെയ്യുക. ആദ്യത്തെ ബ്രാക്കറ്റ് കൊടുത്ത് ബ്രാക്കറ്റ് നമുക്ക് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത ഇമേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇമേജ് കാണിക്കും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇനി അത് വരുന്നുണ്ടോ. റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇതിൽ ഇമേജ് ഉണ്ടെങ്കിൽ ഇമേജ് കാണിക്കണം. ഏതിലെ ഇമേജ് ഉള്ളതെന്ന് നോക്കട്ടെ. ഇവിടെ ഇതിൽ പോയി നോക്കിയാൽ അറിയാം. ഇമേജ് ഉള്ളത് പോസ്റ്റ് നമ്പർ 6 ഇമേജ് ഉണ്ട്. പോസ്റ്റ് നമ്പർ 6 നമുക്ക് എഡിറ്റ് ചെയ്ത് നോക്കാം കറക്റ്റ് കിട്ടണോ. ജസ്റ്റ് പോസ്റ്റ് എടുക്കുക, നമ്പർ 6 പോയി നോക്കാം. അതിന് കറക്റ്റ് ഇമേജ് വരികയാണെങ്കിൽ നമ്മൾ ചെയ്ത് ശരിയാണ്. കണ്ടില്ലേ ഇമേജ് വന്നു. പക്ഷേ ഇത് നോക്കും ഇവിടെ ഇമേജ് ഭയങ്കര വലുതാണ്. അതിൻ്റെ ഇതൊക്കെ ഒരു കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വെച്ചാൽ അതിൻ്റെ വിഡ്ത്തും ഹൈറ്റ് സെറ്റ് ചെയ്ത് കൊടുത്ത് നമുക്ക് അതിൽ ആ പേജിൽ തന്നെ കൊണ്ടുവന്ന് ഇതിലാക്കാം. വിഡ്ത്ത് നമുക്കൊരു 200-300 കൊടുത്താൽ മതി. അപ്പോൾ വിഡ്ത്ത് 200 ഹൈറ്റ് നമുക്ക് 200 തന്നെ കൊടുക്കാം. സോറി ഹെഡല്ല ഹൈറ്റ്. കൊടുത്തു. ഇനി നമുക്ക് നോക്കാം അത് കറക്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ടോ. അതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇമേജിൻ്റെ വിഡ്ത്ത് നമ്മുടെ ആ പേജിന് എന്താ വേണ്ടത് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ചെറിയ ഇമേജ് ആയിട്ട് വന്നു. ഇത് മതി നമുക്ക് ഇമേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇമേജ് അവിടെ കാണിക്കണം. ഇനി അത് വന്നു, അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇമേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇമേജിനെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി കൊടുക്കണം, ബട്ടൺ കൊടുക്കണം. അത് നമുക്ക് പിന്നെ ചെയ്യാം. ഇമേജ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ സെപ്പറേറ്റ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇടാം. അതായത് ഒരാൾക്ക് ഇമേജ് വേണ്ടെന്ന് വേണമെങ്കിൽ ഇവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ആ ഇമേജ് മാത്രം ഡിലീറ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്നാൽ വീണ്ടും പോസ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇമേജ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ പിന്നെ എപ്പോഴും ഇമേജ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ, പോസ്റ്റ് ടാഗ്സിൽ ടാഗ്സ് ഉണ്ടെങ്കിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ ആ സെലക്റ്റഡ് ടാഗ്സ് ആയിട്ട് കാണിക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യാൻ, നമ്മളൊരു മോഡലിൽ പോയിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ഇവിടെ മോഡലിൽ പോയിട്ട് ഗെറ്റ് പോസ്റ്റ് ടാഗ്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഇനി ഇവിടെ ഫംഗ്ഷൻ പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ പബ്ലിക് ഫംഗ്ഷൻ പോസ്റ്റ് മോഡലാണ് കേട്ടോ, ശ്രദ്ധിക്കണം. ഗെറ്റ് ഓൾ പോസ്റ്റ് ടാഗ്സ്. ഇവിടെ നമ്മുടെ പോസ്റ്റ് ID വേണം. നമുക്ക് പോസ്റ്റ് ID പാസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ പോസ്റ്റ് ID വെച്ചിട്ട് നമുക്ക് അതിൽ എല്ലാ ടാഗും കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെന്തിനാണ്, അപ്പോൾ നമുക്ക് ആ ടേബിൾ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ടേബിളിൽ അതിൻ്റെ ഏതൊക്കെ ഫീൽഡുകളാണെന്ന് നോക്കണം. 2 ഫീൽഡുകളുണ്ട് നമ്മുടെ പോസ്റ്റിൽ. അതിൽ നോക്കിയാൽ പോസ്റ്റ് ടാഗ്സിൽ 2 ഫീൽഡാണുള്ളത്. ഒരെണ്ണം ടാഗ് ID ഉണ്ട്, പിന്നെ ഒരെണ്ണം പോസ്റ്റ് ID ഉണ്ട്. വേണ്ട പോസ്റ്റ് ID ടാഗ് ID. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നമുക്ക് നോക്കൂ. ഇതിപ്പോൾ 2 എന്നുള്ള പോസ്റ്റ് IDയിൽ 3 ടാഗ് ഉണ്ട്, 6 എന്നുള്ളതിന് 2 ടാഗ് ഉണ്ട്. അതാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇനി കാണിക്കാനുള്ളത് നമ്മുടെ പോസ്റ്റ് ID പാസ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് ID വെച്ചിട്ട് നമ്മളത് ചെയ്യണം. അപ്പോൾ DB സെലക്ട് ഏതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്, ടാഗ് ID മാത്രം സെലക്ട് ചെയ്താൽ മതി. ടാഗ് ID ഇത് DB where പോസ്റ്റ് ID എന്നുള്ള ഫീൽഡാണ്. പോസ്റ്റ് ID ആയിരിക്കും നമ്മൾ കൊടുത്തിരിക്കുന്ന പോസ്റ്റ് ID. നമ്മൾ അവിടുന്ന് പാസ് ചെയ്യുന്ന പോസ്റ്റ് ID ആയിരിക്കണം. ഓക്കെ, ഇനി ദിസ് ഡോപ്പ് നമ്മൾ അടുത്ത ലൈനിൽ DB ഗെറ്റ്. നമ്മൾ എന്താ ഗെറ്റ് ചെയ്യേണ്ടത്, ഏത് ഫീൽഡ് ടേബിളിൽ നിന്ന് ഗെറ്റ് ചെയ്യേണ്ടത്,
ഇവിടെ നമ്മളിവിടെ ഒരു query എന്ന് പറഞ്ഞ സാധാരണ കൊടുക്കുന്ന പോലെ query equal to എന്ന് കൊടുക്കുക. query equal to this get post. ഇനി നമ്മൾ റിസൾട്ട് നമ്മൾ എടുക്കണം. ഈ റിസൾട്ട് എടുത്തിട്ട് ആ റിസൾട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു അറേ കോളം എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട് PHP-യിൽ. ആ അറേ കോളം എന്നുള്ള ഫംഗ്ഷൻ വെച്ച് നമ്മൾ ഈ ടാഗ് ഐ ഡി മാത്രം സെലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ടാഗ് ഐ ഡിയാണ് സെലക്ട് ചെയ്യുന്നത്, അറേയാണ്. പക്ഷേ നമ്മൾ അത് സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ഡ്രോപ്പ് ഡൗൺ ഉണ്ട്, നമ്മൾ ടാഗ് ലിസ്റ്റിന് ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. ആ ഡ്രോപ്പ് ഡൗണിൽ കറക്റ്റായിട്ട് നമ്മൾ ആ സെലക്റ്റഡ് മാത്രം കാണിക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അത് കാണിച്ചിട്ടാണ് എങ്ങനെയാണ് ചെയ്യണമെന്ന്. നമുക്ക് റിസൾട്ട് എടുക്കണം. ഇനി റിസൾട്ട് ഈക്വൽ ടു query നമ്മൾ റിസൾട്ട് അറേ എന്നുള്ള ഇതാണ് നമ്മൾ ഉപയോഗിക്കണം. റിസൾട്ട് അറേ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാം എടുത്തു. ഇനി നമ്മൾ എന്താ വെച്ചാൽ ഈ റിസൾട്ട് അറേയിൽ ഇപ്പോൾ ഈ റിസൾട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അറേ കോളം വെച്ചിട്ട് നമുക്ക് അതിനെ ഇതിൽ ലിസ്റ്റ്. അപ്പോൾ ഈ റിസൾട്ട് അറേ എന്താ പ്രിൻറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ അതിന് വേണമെങ്കിൽ നമ്മൾ അതിനെ പ്രിൻറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാൻ ആ മറ്റേത് കാണിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ടാവും ഇതൊക്കെ മനസ്സിലാക്കാൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഡാറ്റ സെലക്റ്റഡ് ടാക്സ് എന്ന് കൊടുക്കാം. ഈക്വൽ ടു എന്ത് വേണമെന്ന് വെച്ചാൽ ദിസ് നമ്മുടെ മോഡൽ ഏതാണ്, പോസ്റ്റ് മോഡലാണ്. പോസ്റ്റ് മോഡൽ ഗെറ്റ് ഓൾ പോസ്റ്റ് ടാഗ്സ്, ഓൾ പോസ്റ്റ് ഐ ഡി. നമ്മളിവിടെ പോസ്റ്റ് ഐ ഡിയും കൂടി പാസ് ചെയ്യണം. അതിന് നമ്മളിവിടെ എന്താ പോസ്റ്റ് ഐ ഡി വരുന്നത്, എന്താ കൊടുത്ത ഒരു സെക്കൻഡ് പോസ്റ്റ് മുകളിൽ നോക്കട്ടെ, അതും കൂടി ഇവിടെ നമ്മൾ കൊടുക്കണം. നമ്മൾ പോസ്റ്റ് ഐ ഡി നമ്മൾ പാസ് ചെയ്യുന്ന ഇത് സോറി, ഇത് ആഡ് പോസ്റ്റിൽ നമ്മൾ ചെയ്തത്, നമ്മൾ എഡിറ്റ് പോസ്റ്റിൽ വേണം ചെയ്യാൻ. അത് മാറിപ്പോയി ആ സെക്ഷൻ. നമുക്കിത് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് പറ്റിയത്. നമ്മൾ എഡിറ്റ് പോസ്റ്റിൽ വേണ്ട കൊടുക്കാൻ. അപ്പോൾ ഇവിടെ നമുക്കത് കോപ്പി ചെയ്യാം. അപ്പോൾ ഇവിടെ പോസ്റ്റ് ഐ ഡി നമുക്ക് ഇവിടെ ഐ ഡി ഉണ്ട്. പോസ്റ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ ഗെറ്റ് ഐ ഡി ആണ്. നമ്മളിവിടെ വെച്ചിട്ട് ഐ ഡി പാസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഈ ഗെറ്റ് പോസ്റ്റ് ഐ ഡി നമ്മളിവിടെ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം എന്താ വരുന്നത്. അപ്പോൾ പ്രിൻ്റ് എക്കോ അടിക്കാൻ നമുക്ക് ടാഗ് സെലക്ട് ചെയ്തു. പ്രിൻ്റ് ആർ നമ്മുടെ ഡാറ്റ സെലക്റ്റഡ് ടാഗ്സ് പ്രിൻ്റ് ചെയ്ത് നോക്കാം. എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിച്ചു. അപ്പോൾ നമുക്കവിടെ സെലക്റ്റഡ് ടാഗ്സ് അവിടെ പ്രിൻ്റ് ആയിട്ട് കാണിക്കും. ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സെക്കൻഡിലുണ്ട് ടാഗുള്ളത്, സെക്കൻഡ് എന്നുള്ള പോസ്റ്റിലുണ്ട്, അതേപോലെ തന്നെ 6th-ലുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് പിന്നെ അതിലുള്ള 6th-ലുണ്ട്. അപ്പോൾ ഒന്നുകൂടി റിഫ്രഷ് ചെയ്താൽ മതി. 6th-ലൊന്നും കാണാനില്ലല്ലോ. നമുക്ക് സെക്കൻഡ് ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. ഒന്നും വന്നില്ല. അപ്പോൾ ഒന്നുകൂടി നോക്കട്ടെ എന്താ അവിടെ ഇഷ്യൂ വന്നതെന്നുള്ളത്. പ്രിൻ്റർ ഡാറ്റ സെലക്റ്റഡ് ടാഗ്സ് ഗെറ്റ് ഓൾ പോസ്റ്റ് ടാഗ്സ് എന്നാണ് അവിടെ കൊടുത്തോളൂ അല്ലേ. ഗെറ്റ് ഓൾ പോസ്റ്റ് ഐ ഡി റിട്ടേൺ ചെയ്തില്ല, അതാണ് പറ്റുന്നത്. റിട്ടേൺ ചെയ്യേണ്ടത് നമ്മൾ ഒരു റിസൾട്ട് റിട്ടേൺ ചെയ്തിട്ടില്ല. റിട്ടേൺ $റിസൾട്ട് എന്നാൽ മാത്രമേ നമുക്ക് അവിടെ റിസൾട്ട് കിട്ടുള്ളൂ. നമ്മളൊന്നും റിട്ടേൺ ചെയ്തില്ല, ഫംഗ്ഷൻ ഉണ്ടാക്കാൻ മാത്രമേ ചെയ്തുള്ളൂ. ഓക്കെ. ഇനി നമുക്കൊന്നുകൂടി റിഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇപ്പം നമുക്ക് കിട്ടുന്നത് ഈ ടാഗ് ഐ ഡി 13, ടാഗ് ഐ ഡി 16, ടാഗ് ഐ ഡി 17 ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതൊരു അറേയാണ്. അറേയിൽ 1, 2, 3 വേറെ 3 അറേയുണ്ട്. ആ അറേയിലാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ അറേയിൽ ടാഗ് ഐ ഡി മാത്രമായിട്ട് എടുക്കാം. അങ്ങനെ നമുക്ക് അതിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫംഗ്ഷനിൽ തന്നെ പോവുക, നമ്മുടെ പോസ്റ്റ് മോഡൽ ഫംഗ്ഷൻ പോവുക. പോസ്റ്റ് മോഡൽ ഫംഗ്ഷനിൽ റിട്ടേൺ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്താ വെച്ചാൽ ഇഫ് ഈ സെറ്റ് ഇങ്ങനെ കൊടുത്താലും മതി. നമുക്ക് നമ്മൾ ടാക്സ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ടാക്സ് ഈക്വൽ ടു ഈ സെറ്റ് $റിസൾട്ട്. റിസൾട്ട് നമ്മൾ റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ അറേ കോളം എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുക. അറേ കോളം എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ അറേ, അതിൽ നമുക്ക് ഏത് കോളാണ് വേണ്ടത് വെച്ചാൽ ആ കോളം. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മളിവിടെ നമ്മുടെ റിസൾട്ട് എന്നുള്ള അറേയിൽ നമുക്ക് വേണ്ട ടാഗ് ഐ ഡി ആണ്. ഓക്കെ. ഇനി നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്, അപ്പോൾ ഈ ടാക്സ് വേണം നമ്മൾ റിട്ടേൺ ചെയ്യാൻ. ടാക്സിനെ റിട്ടേൺ ചെയ്യാം. അപ്പോൾ റിസൾട്ട് നിന്ന് മാറ്റിയിട്ട് നമ്മൾ ടാക്സ് ആക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി റിഫ്രഷ് ചെയ്ത് നമുക്ക് അവിടെ കറക്റ്റ് അത് തന്നെ കിട്ടണം. ഓക്കെ. അപ്പോൾ ഒന്നുകൂടി നമുക്ക് റിഫ്രഷ് ചെയ്ത് നോക്കാം എന്താ പറയുന്നത്.
എന്തൊരു അൺഎക്സ്പെക്റ്റഡ് എറർ എന്തൊരു ഇത് വന്നിട്ടുണ്ട്. സോറി, ഇവിടെ സെറ്റ് നമ്മളിവിടെ ഇത് ടെർണറി ഓപ്പറേറ്ററില്ല, നമ്മൾ ചെയ്തില്ല, അതാ പറ്റിയത്. ഒന്നുകൂടി റിഫ്രഷ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നോക്കൂ, നമുക്ക് കിട്ടിയത് 13, 16, 17. അപ്പം ഈ ടാഗ് ഐ ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ 3 അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ടാഗ് ഐ ഡി മാത്രമായിട്ട് കിട്ടി. മറ്റത് നമ്മൾ മുന്നേ കിട്ടിയിരുന്ന ആ ഒരു എന്താ പറയുക, അതൊരു അറിയണം, വീണ്ടും അറിയേണ്ടുള്ള വേറെ റേസാണ് വന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ടാഗ് ഐ ഡി മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ സെലക്റ്റഡ് ടാഗ്സ് കാണിക്കാൻ പറ്റും. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫംഗ്ഷൻ. ടാഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിസൾട്ട് ഉണ്ടെങ്കിൽ റിസൾട്ടിൽ അറേ കോളം നമ്മുടെ ടാഗ് ഐ ഡി എന്നുള്ള നമ്മൾ സെലക്ട് ചെയ്ത ടാഗ് ഐ ഡി ഉണ്ടല്ലോ, അത് നമ്മൾ അതിന് മാത്രം റിട്ടേൺ ചെയ്യിച്ചു. അപ്പോൾ അങ്ങനെ നമുക്ക് ആ പോസ്റ്റിൽ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ അത് വന്നു. ഇനി എന്ത് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ നമ്മുടെ പോസ്റ്റിൽ ആ ഡ്രോപ്പ് ഡൗണിൽ സെലക്റ്റഡിനെ മാത്രം ഈ അറേ ഉപയോഗിച്ചിട്ട് ആ സെലക്റ്റഡ് ആയിട്ട് കാണിക്കണം. അപ്പോൾ അതാണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സെലക്റ്റഡിനെ നമ്മൾ ഇങ്ങോട്ട് പാസ് ചെയ്യുന്നു, ഡാറ്റയായിട്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് കളയാം. ഇനി ഇത് നമുക്ക് വേണ്ട, അവിടെ നമുക്ക് വേണ്ടി കറക്റ്റായിട്ട്, അതായത് ടാഗ് ഉണ്ടെങ്കിൽ ടാഗ് കിട്ടും, അല്ലെങ്കിൽ ഇത് എംപ്റ്റി ആയിരിക്കും. അപ്പോൾ ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്ന അതിനെ സെലക്റ്റഡ് ടാഗ്സ് കാണിക്കണ്ടേ നമുക്കിവിടെ. അതിന് വേണ്ടി ഞാൻ വേരിയബിൾ സ്റ്റോർ ചെയ്യാം, PHP.selected ഈക്വൽ ടു. ആദ്യം നമ്മൾ നോക്കുന്നത് നോട്ട് എംപ്റ്റി ആണോ നോക്കാം. നമുക്കിവിടെ ഇവിടെ എംപ്റ്റി ആണോ നോക്കി. ഇവിടെ നമ്മൾ ടെർണറി ഓപ്പറേറ്റർ ആണ് ചെയ്യണം. അപ്പോൾ സെലക്റ്റഡ് ടാഗ്, അതായത് ടാഗ്സ് എംപ്റ്റി അല്ല, അതേപോലെ തന്നെ ഇവിടുന്ന് വരുന്ന ഈ ടാഗ് ഐ ഡി നമ്മുടെ അറേയിലുണ്ടെങ്കിൽ അത് സെലക്റ്റഡ് എന്നും എഴുതും, അല്ലെങ്കിൽ നമ്മൾ എംപ്റ്റി ആയിട്ട് കാണിക്കും. അപ്പോൾ ഇത് ഫംഗ്ഷൻ ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ സെലക്റ്റഡ് ടാഗ്സ് അവിടുന്ന് പാസ് ചെയ്ത സെലക്ട് ടാഗ് ആൻഡ് നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു കണ്ടീഷനും കൂടി കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇൻ അറേ എന്നുള്ളൊരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഇൻ അറേയിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ടാഗ് ഐ ഡി നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യുന്ന ടാഗ് ഐ ഡി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ടാഗ് ഉണ്ടല്ലേ, ഈ ടാഗിൻ്റെ ഐ ഡി നമ്മുടെ അറേയിൽ ഉണ്ടാവണം. സെലക്റ്റഡ് ടാഗ്സ് എന്നുള്ള അറേയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ടെർണറി ഓപ്പറേറ്റർ ഇപ്പുറത്താണ് വരിക. ചെയ്തു. ഇവിടെ നമ്മൾ സെലക്റ്റഡ് എന്നും അല്ലെങ്കിൽ നമ്മളിവിടെ എംപ്റ്റി ആയിട്ട് കാണിക്കും. അപ്പോൾ ഈ സെലക്റ്റഡ് എന്നുള്ളതിലേക്ക് നമ്മൾ നോക്കാനുള്ളത് എംപ്റ്റി ആണോ നോക്കണം. അതേപോലെ ഇൻ അറേ എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഈ ഇവിടുന്ന് വരുന്ന ടാഗ് ഐ ഡി നമ്മുടെ അറേയിൽ ഉണ്ടോ നോക്കണം. അങ്ങനെയാണ് സെലക്റ്റഡ്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഇത് ക്ലോസ് ചെയ്യണം, നമ്മൾ ഈ PHP ടാഗ് ക്ലോസ് ചെയ്യണം. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഒരു PHP ടാഗ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എക്കോ നമ്മൾ ഇവിടുത്തെ ക്രിയേറ്റ് ചെയ്ത സെലക്റ്റഡ് എന്നുള്ള ആ ഒരു വേരിയബിൾ അവിടെ നമ്മൾ പ്രിൻ്റ് ചെയ്തു. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ എന്താ പറഞ്ഞത് വെച്ചാൽ ഇവിടെ ഇത് ഓപ്ഷനിൽ ഈ സെലക്റ്റഡ് എന്നുള്ള ഇതിലേക്ക് സെലക്റ്റഡ് എന്നുള്ള ഓപ്ഷനിൽ സെലക്റ്റഡ് ആണെങ്കിൽ ഞാൻ സെലക്റ്റഡ് ആയിട്ട് കാണിക്കും. അപ്പോൾ നമുക്ക് ഇനി ചെക്ക് ചെയ്ത് നോക്കാം അത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ നോക്കാം. നമുക്കിവിടെ സബ്മിറ്റ് ചെയ്ത് നോക്കാം, റിഫ്രഷ് ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ആ 3 ടാഗാണ്, ടാഗ് 1, ടാഗ് 2, ടാഗ് 3 എന്നുള്ളത് ഇതിലുണ്ട്. ഈ കണ്ടില്ലേ ടാഗ് 3 ടാഗ് 13, 16, 17 3 ടാഗ് അതിൽ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് 6 എന്നുള്ള പോസ്റ്റിലെ നമ്പർ 6 അത് നോക്കാം. അതിലെന്താ, അപ്പോൾ 2 ടാഗാണ് അതിൽ കണ്ടത് അല്ലേ, അത് നമുക്ക് നോക്കണം. 6 ടാഗ് 2ഉം ടാഗ് 3 ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ 2 കണ്ടില്ലേ, 16ഉം 17ഉം കാണാം. അപ്പോൾ നമ്മുടെ എഡിറ്റിൽ ഇനി എഡിറ്റ് സബ്മിറ്റ് ചെയ്യണമെന്നുണ്ട്, അത് അടുത്തേക്ക് നോക്കാം. ഇപ്പോൾ തന്നെ ഇതിൽ കുറേ ടൈമായി, ഇപ്പോൾ വീഡിയോ ഇത്ര നേരം. അപ്പോൾ ഇത് കണ്ട് ഇത്ര നേരം ഈ ഫോം എങ്ങനെ എഡിറ്റ് ചെയ്യണേ, ഇതിലെങ്ങനെ ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണേ, അതേപോലെ ഈ സെലക്റ്റഡ് ഐറ്റംസൊക്കെ എങ്ങനെ ചെയ്യണമെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അത് നോക്കുക. അടുത്തതിൽ നമുക്ക് എഡിറ്റ് ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ വേറൊരു ജോയിൻ ടേബിൾ ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ. മൾട്ടിപ്പിൾ അതായത് ടാഗുകൾ ഒന്നിൽ കൂടുതൽ ടാഗുകൾ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഈ ടേബിൾ ഉപയോഗിച്ചില്ലേ. അപ്പോൾ ഇതും കൂടി നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ആ ഇതിൽ ടാഗ് ഉണ്ടെങ്കിൽ നമ്മളതിനെ ആ ഉള്ള ടാഗിനെ അപ്ഡേറ്റ് ചെയ്യും, ഇല്ലാത്ത ടാഗിനെ ഡിലീറ്റ് ചെയ്യണം. അതുപോലെ പുതിയ ടാഗ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. അതാണ് ചെയ്യണം. അതിന് വേണ്ടി നമ്മളൊരു വേറൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യും. ബാക്കിയുള്ള സബ്മിഷനൊക്കെ അതുപോലെ തന്നെ ഇമേജ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരു ഇമേജ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഉള്ള ഇമേജിനെ ഡിലീറ്റ് ചെയ്തിട്ട് ആ ഇമേജിനെ അവിടെ കൊണ്ടുവരണം. അതും കൂടി ചെയ്യാം. അപ്പോൾ അത് നമുക്ക് അടുത്തേക്ക് നോക്കാം.
അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കണം. അത് നല്ലോണം ഇത് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ കുറേ ഫങ്ഷൻസ് നമുക്ക് പുതുതായിട്ട് ചില ഫങ്ഷൻസൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു അറേ കോളം എന്നുള്ള ഉപയോഗിച്ചു. അതുപോലെ തന്നെ നമ്മൾ അറേ കോളം ഉപയോഗിച്ചു, ഇന്നറേ ഉപയോഗിച്ചു. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് നല്ലപോലെ ഈ ഫങ്ഷൻസൊക്കെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാനതിൽ മറുപടി തരാം. താങ്ക് യു.